ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രയെ സ്കൂളിലേക്ക് വിളിച്ച് ആരോമൽ പഠിക്കുന്നില്ലെന്നും ടോപ്പ് സ്റ്റുഡൻ്റായ ആരോമൽ ഇപ്പോൾ പഠിത്തത്തിലെ ശ്രദ്ധിക്കുന്നില്ല, മാർക്കെല്ലാം കുറവാണ്, കുട്ടികളുമായി ഇപ്പോൾ എന്നും വഴക്കും അടിയുമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവനെ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ ഇനി തിരിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ മതിയെന്ന് പ്രിൻസിപ്പൾ അങ്ങനെ ചന്ദ്രയോട് പറയുകയാണ്. ചന്ദ്രയാണ് വീട്ടിൽ വന്നതിനു ശേഷം ആരോമലിനോട് കുറെ ദേഷ്യപ്പെടുകയും അവനെ അടിക്കാനായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ചിന്നു ചന്ദ്രയോട് പറയുന്നുണ്ട്, അവനെ വെറുതെ അടിക്കണ്ട ആന്റി, ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ചിന്നു ആദ്യമൊക്കെ ആരോമലിനോട് സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിലും ആര് പറയുന്നതും കേൾക്കാൻ ആരോമൽ തയ്യാറാവുന്നില്ല. എനിക്ക് ആരുടെയും ഉപദേശം കേൾക്കണ്ട എന്ന് പറയാണ്. ആരോമലിന്റെ മൂഡ് ഇപ്പൊ ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ചിന്നു കുറെ സമയങ്ങൾക്ക് ശേഷം വീണ്ടും ആരോമൽ കൂളായതിനു ശേഷം പോയി സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് സ്കൂളിൽ ഇങ്ങനെ അടിയുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരോമൽ അതിന്റെ കാരണം പറയുന്നത്, വീട്ടിൽ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കാറുണ്ടല്ലോ, പിന്നെ എനിക്കെന്താണ്, അടിയും വഴക്കും ഉണ്ടാക്കിയാൽ എന്നാണ് ആരോമൽ ചോദിക്കുന്നത്. ചിന്നുപ്പ പറയുന്നുണ്ട്, ആരോമൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അച്ഛൻ ഒരു തിരക്കുള്ള വക്കീലാണ്, അച്ഛന് എന്നും കേസുകളും വഴക്കുകളും കൈകാര്യം ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതിന്റെ ടെൻഷൻ കാണും, അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ അച്ഛൻ വീട്ടിൽ വന്ന എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നത്, നമ്മളത് മനസ്സിലാക്കണം, അവര് മുതിർന്ന ആൾക്കാരാണ്, അവരെ പോലെ നമ്മൾ ഒരിക്കലും ആവരുത് എന്നൊക്കെ ചിന്നു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ആരോമലിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആരോമലിന് ചിന്നു പറയുന്നതെല്ലാം മനസ്സിലാവുന്നുമുണ്ട്. അതിനുശേഷം വിജയ് ശങ്കറും ചന്ദ്രയും തമ്മിൽ സംസാരിക്കുകയാണ്. ഇവരുടെ ആ സംസാരത്തിൽ പ്രധാന വിഷയം അർച്ചനയും ജെയ്ക്കയും തന്നെയാണ്. ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, അർച്ചനയ്ക്കും ജെയ്ക്കും ഇപ്പോൾ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, ആ ഒരു സ്റ്റേജിലേക്ക് അവരുടെ ബന്ധം നീണ്ടുപോയിരിക്കുന്നുവെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. ഇത് കേട്ട് വിജയ് ശങ്കറിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നതോ അർച്ചന മറ്റൊരാളെ സ്നേഹിക്കുന്നതൊന്നും വിജയ് ശങ്കറിന് ഇപ്പോഴും ഇഷ്ടമല്ല. ദേഷ്യം തന്നെയാണ് വിജയ് ശങ്കർ അപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.